ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 21. അമൂല്യമായ പ്രാർത്ഥന. എൻ്റെ ഈ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധാനത്തിൽ ഇരിക്കുമാറാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 60-ാം വാക്യം. ക്ലാർക്സ് നട്ട് ക്രാക്കർ ഒരു അത്ഭുതകരമായ പക്ഷിയാണ്. ഓരോ വർഷവും മഞ്ഞുകാലത്തിനു വേണ്ടി അത് പൈൻ വിത്തുകൾ ശേഖരിച്ചു വെക്കുന്നു. ഇതിനായി 4-5 വൈറ്റ് ബാർക്ക് പൈൻ വിത്തുകളുടെ ചെറിയ കൂമ്പാരം മണിക്കൂറിൽ 500 വിത്തുകളോളം ഒളിപ്പിച്ചു വെക്കുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം കനത്ത മഞ്ഞുവീഴ്ചയിൽ പോലും വിത്തുകൾ ഭക്ഷിക്കാൻ അത് തിരിച്ചെത്തുന്നു. ഒരു നട്ട് ക്രാക്കർ പക്ഷിക്ക് വിത്തുകൾ ഒളിപ്പിച്ചിരിക്കുന്ന 10,000-ഓളം സ്ഥലങ്ങൾ ഓർമ്മിക്കാൻ കഴിവുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കഴിവാണിത്. പ്രത്യേകിച്ച് നമ്മുടെ കാറിൻ്റെ താക്കോലോ കണ്ണടയോ വെച്ചിരിക്കുന്ന സ്ഥാനം ഓർക്കാൻ മനുഷ്യരായ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുക്കുമ്പോൾ. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഓർക്കാനുള്ള ദൈവത്തിൻ്റെ കഴിവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ അവിശ്വസനീയമായ ഓർമ്മശക്തി പോലും നിഷ്പ്രഭമാണ്. ആത്മാർത്ഥമായ എല്ലാ പ്രാർത്ഥനകളുടെയും വഴികൾ സൂക്ഷിച്ചു വെക്കാനും വർഷങ്ങൾക്കു ശേഷവും അവ ഓർക്കാനും പ്രതികരിക്കാനും ദൈവത്തിന് കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന 4 ജീവികളെയും 24 മൂപ്പന്മാരെയും അപ്പോസ്തോലനായ യോഹന്നാൻ വിവരിക്കുന്നു. ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചിരുന്നു. പുരാതന ലോകത്ത് ധൂപവർഗം അമൂല്യമായിരുന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. അവൻ അവയെ തൻ്റെ മുൻപിൽ നിരന്തരം സൂക്ഷിക്കുന്നു. സ്വർണ്ണപാത്രങ്ങളിൽ അമൂല്യമായി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് പ്രധാനമാണ്. കാരണം നാം അവന് പ്രാധാന്യമുള്ളവരാണ്. യേശുവിലുള്ള നമുക്കർഹമായ അവിടുത്തെ ദയയിലൂടെ അവൻ നമ്മുടെ തടസ്സമില്ലാത്ത പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നു. അതിനാൽ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹം നിമിത്തം ഒരു വാക്കും മറക്കപ്പെടുകയോ അസ്ഥാനത്താക്കുകയോ ചെയ്യുകയില്ലെന്ന് അറിയുക. ചിന്തിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും മറക്കില്ലെന്നറിയാൻ ഇത് നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു? ഇന്ന് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന് മഹത്വം.